പുരുഷന്മാർ പൊതുവെ ഒന്നും പറയൂല, ഒന്നും ഷെയർ ചെയ്യൂല. അവർക്ക് സുഹൃത്തുക്കൾ പോലും സങ്കടങ്ങൾ ഷെയർ ചെയ്യാനുള്ളതല്ല അല്ലേ? സ്ത്രീകൾക്ക് പൊതുവെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാനുള്ളതാണ്. പുരുഷന്മാർക്ക് അവരുടെ സങ്കടങ്ങൾ മറക്കാനുള്ളതാണ്. അവിടെ സങ്കടമൊന്നും അങ്ങനെ പറയൂല. ചങ്ങാതിമാരെന്തിനാ ആണുങ്ങൾക്ക് അവരുടെ സങ്കടങ്ങൾ മറക്കാനുള്ളതാണ്. പിന്നെ അവിടെ സങ്കടം പറയൊന്നുമില്ലല്ലോ. അതാരോടും പറയാതെ വിങ്ങി വിങ്ങി നിൽക്കുന്ന മനുഷ്യന്മാരാ. ഉള്ളിലെ സ്നേഹം പോലും പറയൂല അല്ലേ? നിങ്ങളുടെ മനസ്സിലൊരാൾ വന്നില്ലേ? ഇപ്പോൾ വന്നില്ലേ? പറയാതെ പോയ സ്നേഹത്തിൻ്റെ ഒരു രൂപം മനസ്സിൽ വന്നില്ലേ? പ്രകടിപ്പിക്കാതെ പോയ ഉള്ളിലെ നിറഞ്ഞ സ്നേഹത്തിൻ്റെ അനേക രൂപങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു പോകും. പറയാതെ പോകുന്നവരാ. ഇവിടെ കുറേ ആണുങ്ങൾ ഇരിക്കുന്നില്ലേ? ഇവിടെ ഇരിക്കുന്ന കുറേ ആണുങ്ങളില്ലേ? നിങ്ങൾ അവരോടൊക്കെ ചെന്നിട്ട് ഇപ്പോൾ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ഇപ്പോഴത്തെ സങ്കടം എന്താണ്? ഇപ്പം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാവും ഉള്ളിൽ, അതെന്താണ് എന്ന്. ഇപ്പം പരിഹരിക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടാവും ഉള്ളിൽ, അതെന്താണ് എന്ന് ചോദിച്ചു നോക്കൂ. മിക്കവാറും അത് അവരുടേതായിരിക്കുകയില്ല. ആ പ്രശ്നം അനിയത്തിയുടെ ഭർത്താവിൻ്റേതായിരിക്കും, അമ്മായിയുടെ കുട്ടിയുടേതായിരിക്കും, അളിയൻ്റേതായിരിക്കും, അനിയൻ്റേതായിരിക്കും, ജ്യേഷ്ഠൻ്റെ മോൻ്റെതോ മോളുടേതോ ആയിരിക്കും. ഇങ്ങനെ വേറെ ആർക്കൊക്കെയോ വേണ്ടി ഇങ്ങനെ സ്വയം ഉരുകുന്ന മനുഷ്യർക്ക് നമ്മൾ പറയുന്ന പേരാണത്. ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. അതിൽ അദ്ദേഹം ഒരു അച്ഛനെ കുറിച്ച് പറയാ. അതിങ്ങനെ പറഞ്ഞ് അവസാനം പറയണത് എന്താണെന്നറിയോ? ഭൂമിയിലെ ഏറ്റവും അരക്ഷിതനായ മനുഷ്യനാണ് പുരുഷൻ. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും അരക്ഷിതനായ മനുഷ്യനാണ്. ഒരു സമയം കഴിഞ്ഞാൽ അയാളെ ആർക്കും വേണ്ട, അയാളുടെ മക്കൾക്ക് പോലും അയാളെ വേണ്ട, അയാളുടെ കുടുംബത്തിൽ പോലും അയാൾ ആരുമല്ലാതായി തീർന്ന് ഇങ്ങനെ സ്വയം ഉരുകി 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 അയാളിങ്ങനെ പതുക്കെ പതുക്കെ അന്യത്വത്തിലേക്ക് ഇങ്ങനെ അനുഭവിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ: മുറ്റത്തെ മുല്ലമരത്തിൻ്റെ ചെടി, മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു ചൂലായി മൂലയ്ക്കലിരിക്കുന്നത് പോലെ അയാളുടെ നല്ല കാലം മുഴുവനും വേറെ ആർക്കൊക്കെയോ വേണ്ടി ഇങ്ങനെ ഊറ്റി 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 പതുക്കെ പതുക്കെ ഒരു ചൂലായി ഇങ്ങനെ തിരസ്കരിക്കപ്പെടുന്നത് പോലെയുള്ള ഭൂമിയിലെ ഏറ്റവും അരക്ഷിതനായ മനുഷ്യനാണ് പുരുഷൻ. സുഭാഷ് ചന്ദ്രൻ എന്നൊരു എഴുത്തുകാരനുണ്ട് മലയാളത്തിൽ, പ്രതിഭാശാലിയായ ഒരു എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട 50 ആളുകളെക്കുറിച്ച് ഇറക്കിയൊരു പുസ്തകമുണ്ട് ഈ അടുത്ത്. അദ്ദേഹത്തിന് 50 വയസ്സായപ്പോൾ. അതിൽ ആദ്യത്തെ ലേഖനം അച്ഛനെക്കുറിച്ചാണ്. അതിൽ അച്ഛനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ പതുക്കെ അവസാനിപ്പിക്കാം. അച്ഛനെക്കുറിച്ച് പറയണത് എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുക. അലൂമിനിയത്തിൻ്റെ എന്തോ ഒരു കമ്പനിയാണ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് അലൂമിനിയത്തിൻ്റെ പൊടിയൊക്കെ മകന് കൊണ്ടുവന്ന് കൊടുക്കും. അന്ന് ഇവൻ 6 വയസ്സാണ്. ഇവൻ്റെ വലിയൊരു ആഗ്രഹം എന്താണെന്നറിയോ? അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനി ഒന്ന് കാണണം എന്നാണ്. അച്ഛൻ്റെ കമ്പനി. ഉമ്മ ജോലി ചെയ്യുന്ന സ്കൂൾ ഉമ്മാൻ്റെ സ്കൂളാണല്ലോ. ഉപ്പ ജോലി ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനി അച്ഛൻ്റെ കമ്പനിയാണല്ലോ. അപ്പോൾ അച്ഛൻ്റെ കമ്പനി ഒന്ന് കാണണം എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ദിവസം ഇവൻ്റെ ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠൻ്റെ പേര് കൃഷ്ണപിള്ള എന്നാണ്, കൃഷ്ണൻ. അച്ഛൻ നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. മക്കൾക്ക് 2 ആളുകൾക്കും അങ്ങനത്തെ പേരാട്ടത്. ഒരാൾ സുഭാഷ് ചന്ദ്രബോസും ഒരാൾ കൃഷ്ണപിള്ളയുമാണ്. അപ്പോൾ കൃഷ്ണൻ അനിയനോട് പറയാ, നമുക്ക് സൈക്കിൾ വാടകയ്ക്ക് എടുക്കാം, എന്നിട്ട് അച്ഛൻ്റെ കമ്പനി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ 1 രൂപ അമ്മയുടെ അടുത്തു നിന്നൊക്കെ സംഘടിപ്പിച്ച് ഇവർ അച്ഛൻ്റെ കമ്പനി കാണാൻ പോവുക. ഇവൻ അവിടെ ചെന്നിട്ട് അച്ഛനെ തിരയാ. പക്ഷെ അച്ഛനെ കാണുന്നില്ല. അവിടെ മുഴുവൻ ആളുകളും പച്ചയും ഉടുത്ത ആളുകളാണ്. ആ ഡ്രസ്സിലൊക്കെ അഴുക്കായിട്ടുണ്ട്. അവിടെയുള്ള മുഴുവൻ ആളുകളും പച്ചയും ചെളിയായാൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പച്ചയും. എല്ലാവരുടെ ശരീരത്തിലും നല്ല അഴുക്കുണ്ട്. എൻ്റെ അച്ഛൻ അങ്ങനെ അല്ലല്ലോ. കാരണം അച്ഛൻ വെള്ളയും ഉടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക.
വൈകിട്ട് വരുമ്പോഴും വെള്ളയും വെള്ളയും തന്നെ. അതുകൊണ്ട് അച്ഛനൊരിക്കലും പച്ചയും പച്ചയും എടുക്കാൻ സാധ്യതയില്ല. അവനിങ്ങനെ അച്ഛനെ തിരയുക, അച്ഛനെ തിരഞ്ഞിട്ട് അച്ഛനെ കാണുന്നില്ല. അപ്പോൾ പതുക്കെ ഒരു കൈ വന്ന് അവനെ ഇങ്ങനെ തലോടുന്നുണ്ട്. ആ കയ്യിനെ ഇങ്ങനെ അനുഭവിച്ചപ്പോൾ അവന് മനസ്സിലായി അത് അച്ഛനാണ്. കാരണം അച്ഛൻ്റെ ഒരു വിരൽ അറ്റുപോയതാ, മുറിഞ്ഞു പോയതാ. കമ്പനിയിലെ മെഷീനിൽ കുടുങ്ങിയാണത് മുറിഞ്ഞത് എന്ന് ഈ കുട്ടി അറിയുന്നത് എത്രയോ കാലങ്ങൾക്ക് ശേഷം. മുറിഞ്ഞ കൈവിരലുള്ളൊരു കൈ അവനെ ഇങ്ങനെ വന്ന് തൊട്ടപ്പോൾ അവന് മനസ്സിലായി അച്ഛൻ. അവനിങ്ങനെ ആവേശത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ പച്ചയും പച്ചയും ഉടുത്ത അച്ഛൻ, ചെളിയിൽ കുളിച്ചു നിൽക്കുന്ന അച്ഛൻ. വെള്ളയും വെള്ളയും ഉടുത്ത അച്ഛനല്ല, പച്ചയും പച്ചയും ഉടുത്ത അച്ഛൻ. അത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള ഒരച്ഛൻ, പേടിക്കുന്ന ഒരച്ഛൻ. കാരണം ഇവൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എനിക്ക് കുറച്ച് അലൂമിനിയത്തിൻ്റെ പൊടി തരുമോ? വെള്ളി നിറമുള്ള പൊടിയാണ്, അത് കുറച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ ഇവനോട് പറയാ, മിണ്ടരുത്. അച്ഛൻ ആരെയോ പേടിക്കുന്നുണ്ട്, വേറെ ആരോ കേൾക്കും എന്നുള്ള പേടിയാണ്. എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ അച്ഛൻ മക്കളോട് പോകാനും പറയാ. അങ്ങനെ തിരിച്ച് സൈക്കിളിൻ്റെ പിറകിലിരുന്ന് പോരുമ്പോൾ ആ കുട്ടി, 6 വയസ്സുകാരനായ കുട്ടി, ജീവിതത്തിലെടുത്തൊരു തീരുമാനത്തെക്കുറിച്ച് അവൻ പറയാ. എന്താണെന്നറിയോ? ഒരിക്കലും വേറൊരാളെ പേടിക്കുന്ന ജോലി ഞാൻ ചെയ്യൂല. 1000 ആളുകളുടെ ഇടയിൽ നിന്നും എന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ജോലിയെ ഞാൻ ചെയ്യൂ. പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയോ? ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളാണ്. നല്ല സൗകര്യത്തിൽ, കുറച്ചൊക്കെ സൗകര്യത്തിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചല്ല കേട്ടോ. പക്ഷെ അവർക്കും ഇങ്ങനെ ഒരു ഭൂതകാലം ഉണ്ടാവും. നാട്ടിലേക്ക് വരുമ്പോൾ നല്ല വസ്ത്രമായിരിക്കും, നല്ല അത്തറൊക്കെ പൂശിയിട്ടുള്ള വരവായിരിക്കും. നാട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോഴോ അപ്പോഴും നല്ല വസ്ത്രം തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ എത്തുമ്പോഴോ വിയർത്ത് കുളിച്ചു നിൽക്കുന്ന ആ അച്ഛനെ മക്കൾ കണ്ടിട്ടുണ്ടാവില്ല. ആരെയൊക്കെയോ പേടിക്കേണ്ടി വരുന്ന, ഓരോ മാസത്തിൻ്റെയും അവസാനം ആർക്കൊക്കെയോ കണക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന, ഓരോ കണക്കും പൂർത്തീകരിക്കാൻ വേണ്ടി ഓടി അലയുന്ന, വിയർത്ത് കുളിക്കുന്ന, അങ്ങനെ ക്ഷീണിതനാകുന്ന അച്ഛനെ ആ മക്കൾ കണ്ടിട്ടുണ്ടാവില്ല. സുഭാഷ് ചന്ദ്രൻ്റെ അച്ഛനെ പോലെ തന്നെ ഓരോ അച്ഛൻ. പറയാതെ പോകുന്ന ആ ദുഃഖങ്ങളെ ഇങ്ങനെ അടുത്ത് നിന്ന് കേൾക്കാൻ കഴിയുന്നത്ര കരുണ ജീവിതത്തിലെ 800 കോടി മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരാൾക്കെങ്കിലും അതിന് കഴിയണ്ടേ? അല്ലേ? അതിനാണ് പ്രിയപ്പെട്ട മനുഷ്യൻ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖമനുഭവിച്ച 1-2 നിമിഷങ്ങളുണ്ട്. അതിലൊന്ന്, വാപ്പ മരണപ്പെട്ട് പിന്നെ വാപ്പയുടെ നമ്പർ ഒരാൾ വാട്സപ്പായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി വാപ്പയുടെ നമ്പർ വേറൊരാൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അത് കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇനി ആ നമ്പർ ആവശ്യമില്ല. അങ്ങനെ ആ നമ്പർ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത ഒരു നിമിഷമുണ്ട്. ഉപ്പ കോളിംഗ് എന്ന് പറഞ്ഞിട്ട് എത്രയോ സമയം അതിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു കോള് വരില്ല. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൊരു നിമിഷം. അതുപോലെ ഉമ്മ ഇങ്ങനെ തീരെ വയ്യാതെ ICUയിൽ കിടക്കുമ്പോൾ ഡോക്ടർ അവസാനമായിട്ട് ഞങ്ങളോട് പറയാം, പുറത്തിരിക്കുന്ന ആളുകളോട് ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കയറി. ഞാൻ അവസാനം കയറിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം കയറിയിട്ട് ഉമ്മയുടെ കാലിൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് നിന്നിട്ട് ഉമ്മയോട് മാപ്പ് ചോദിച്ച ഒരു സംഭവമുണ്ട്. ഉമ്മയോട് ഞാൻ കുട്ടിക്കാലത്ത് ചെയ്തൊരു തെറ്റുണ്ട്. ആ തെറ്റിന് മാപ്പ് ചോദിച്ചത് ICUവിലെ അവസാനത്തെ നിമിഷമാണ്. ഉമ്മ എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലായി അതൊക്കെ കേൾക്കാൻ കഴിയാത്ത അത്ര ദൂരേക്ക് ഉമ്മ പോയിട്ടുണ്ട്. ഒരു കാലത്ത് പറയേണ്ട കാര്യങ്ങൾ പറയാതെ പോയതിൽ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയതിൽ. അതാ ബാലാമണി അമ്മയുടെ ഒരു കവിതയുണ്ട്, വല്ലാത്തൊരു വരിയ. ആരുള്ളൂ മരിച്ചവർക്ക് അപരാധി ഞാനെന്നൊരാടലേശാതെ. ആരുള്ളൂ മരിച്ചവർക്ക് അപരാധി ഞാനെന്നൊരാടലേശാതെ. മരിച്ചവരെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാത്ത ആരാണുള്ളത്?
ഇത്ര വേഗം മരിക്കുമെന്നറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്നേഹിക്കാമായിരുന്നു. അവൾ ഇത്ര വേഗം പോകുമെന്നറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു. അയാൾ ഇത്ര വേഗം പോകുമെന്നറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു എന്നാലോചിച്ച് സങ്കടപ്പെടാത്ത ആരാണുള്ളത്? ആരുള്ളൂ? മരിച്ചവർക്ക് അപരാധി ഞാനെന്നൊരാടലേശാതെ. ഉപ്പയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അമ്മയും. എനിക്ക് തോന്നാറുണ്ട്, ഉള്ളിലൊരു ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് കടന്നു പോകുന്ന അനുഭവങ്ങൾ എത്ര വലുതാണ്. ഉള്ളിലൊരു ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് കടന്നു പോകുന്ന തീക്ഷ്ണമായ അനുഭവങ്ങൾ എത്രയേറെയാണ്. ഒരു 12 വയസ്സോ 13 വയസ്സോ മുതൽ മെനോപ്പസിൻ്റെ നിമിഷം വരെ അവൾ കടന്നു പോകുന്ന അനേകം അനുഭവങ്ങൾ, ഉള്ളിലെ തീക്ഷ്ണമായ സംഘർഷങ്ങൾ, സഹിക്കാനാവാത്ത സംഘർഷങ്ങൾ, മൂഡ് സ്വിങ്ങുകൾ, പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ അവളുടെ ഓരോ ഡീലിങ്സിലും അവളിങ്ങനെ പ്രകടമാക്കുന്ന അനേകം കാര്യങ്ങൾ കുറച്ച് മാത്രം നമ്മൾ കാണുന്നു. എത്ര തീക്ഷ്ണമായിരിക്കും അയാളുടെ ഉള്ളിൽ അയാൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ. അവൾക്ക് വേണ്ടിയിട്ടാണോ? അവൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ, ഈ മനുഷ്യവംശത്തിന് വേണ്ടിയിട്ട്. മനുഷ്യവംശം നിലനിർത്താൻ വേണ്ടിയിട്ട് അവളുടെ ഉള്ളിൽ ഒരു ചെറിയ പാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ എത്ര തീക്ഷ്ണമാണെന്ന് ആലോചിച്ചു. എന്തിനാണ് പ്രിയപ്പെട്ട മനുഷ്യർ ഒരാൾ പറയാത്തതൊക്കെ ശ്രദ്ധിക്കാനും, വളരെ കുറച്ചേ മനുഷ്യർ പറയൂ, ബാക്കി കൂടി അറിയാൻ കഴിയുന്ന അത്രയും ഇങ്ങനെ ചേർന്ന് നിൽക്കാനാണ് പ്രിയപ്പെട്ട മനുഷ്യർ. പെർഫെക്റ്റായ മനുഷ്യരെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടില്ല. അതാണ്, പെർഫെക്ഷൻ ഈസ് നോട്ട് എ സ്റ്റാറ്റസ്, ഇറ്റ് ഈസ് എ പ്രോസസ്. പെർഫെക്ഷനെ തൊടാൻ കഴിയില്ല, തേടാനേ കഴിയൂ. അതാണ് പ്രത്യേകത. എല്ലാം തികഞ്ഞ മനുഷ്യന്മാരെ സ്നേഹിക്കാനും കൂടെ ജീവിക്കാനും വളരെ എളുപ്പമായിരിക്കും. പക്ഷെ ഈ ഭൂമിയിൽ നിന്ന് കിട്ടില്ല. പെർഫെക്ഷനുള്ള മനുഷ്യരാണ് എന്ന് നമുക്ക് തോന്നുന്ന അനേകം മനുഷ്യരിലേക്ക് നമ്മുടെ കൊതികൾ പായും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, പണ്ടൊക്കെ നമ്മൾ എത്ര മനുഷ്യരെയാണ് കാണുന്നത്? ഇപ്പോൾ ഒരു ദമ്പതികളായി ജീവിക്കുന്ന ആളുകൾ എത്ര ദമ്പതികളെ അവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ടാവും? വളരെ കുറച്ച് ആളുകളല്ലേ കാണുന്നുള്ളൂ. കുടുംബത്തിലുള്ള കുറച്ച് ആളുകൾ, നാട്ടിലുള്ള കുറച്ച് ആളുകൾ മാത്രമല്ലേ കാണുള്ളൂ. ഇന്നോ ഭൂമിയിൽ എവിടെയുമുള്ള ദമ്പതികളെ ഇവർക്ക് കാണാം, ഭൂമിയിൽ എവിടെയുള്ള മനുഷ്യരെ കാണാം, അവരുടെ ജീവിതത്തെ കാണാം, അവരുടെ ആനന്ദങ്ങളെ കാണാം, അവർ ജീവിതത്തെ എങ്ങനെ സമീപിക്കുന്നു എന്ന് കാണാം. അപ്പം നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവുക? നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകുന്ന ചില നിരാശകളുണ്ട്. ആ നിരാശ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള സന്തോഷം നഷ്ടപ്പെടുന്ന വലിയ ആഘാതങ്ങളുണ്ട്. ഇന്ന് ലോകം അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണത്. ഞാനൊരു സംഭവം പറഞ്ഞിട്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മലയാളത്തിൽ അപ്പുണ്ണി എന്ന പേരിലൊരു സിനിമയുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സിനിമയാണ്. സത്യൻ അന്തിക്കാടിൻ്റെ ഒരു സിനിമയാണ്. സിനിമയുടെ പേരാണ് അപ്പുണ്ണി. പറ്റുമെങ്കിലൊന്ന് കാണണേ. കുറേ മുമ്പുള്ളൊരു സിനിമയാണ്. ആ സിനിമ ശരിക്കും VK ആണിൻ്റെ ഒരു സ്റ്റോറിയാണ്, ഒരു നോവലോ മറ്റോ ആണ്. അത് സിനിമ ഏതാണ്? അതെന്താണെന്നറിയോ? അപ്പുണ്ണി എന്നൊരു കഥാപാത്രമുണ്ട്. നെടുമുടി വേണു അഭിനയിച്ചൊരു കഥാപാത്ര അപ്പുണ്ണി. അപ്പുണ്ണിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അപ്പുണ്ണിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പുണ്ണിയുടെ ഡീലിങ്സ് ഒന്നും അത്ര നല്ലതായിട്ട് തോന്നില്ല. അയാൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഒരു സാധാരണ മനുഷ്യൻ്റെതായ സംഘർഷങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ സംഘർഷങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അയാൾക്കൊരു മുറപ്പെണ്ണുണ്ട്, അമ്മു എന്നാണ് അവളുടെ പേര്. അപ്പുണ്ണിക്ക് അമ്മുവിനെ നൽകുമെന്നത് എത്രയോ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടുള്ള ഒരു വാഗ്ദാനമാണ്. അതാണ് സിനിമയുടെ തീം. അമ്മു അപ്പുണ്ണിക്കുള്ളതാണ്, അത് മാറൂല. പക്ഷേ അതിനിടയ്ക്കാണ് ഒരു മാഷ് അങ്ങോട്ട് ജോലിക്ക് വരുന്നത്. മോഹൻലാലിൻ്റെ കഥാപാത്ര മാഷ് വരുന്നു. മാഷിൻ്റെ ഡീലിങ്സൊക്കെ വളരെ പെർഫെക്ഷനാണ്. മാഷിൻ്റെ സ്വഭാവം, മാഷിൻ്റെ രീതികൾ, ഇതൊക്കെ ഭയങ്കര ആകർഷകമാണ്. എല്ലാവർക്കും മാഷോട് ഇഷ്ടം തോന്നും. ആ ഇഷ്ടം അമ്മുവിനും തോന്നി. അമ്മുവിന് മാഷോട് പ്രണയമായി.
മാഷിക്ക് അമ്മുവിനോടും പ്രണയമായി. അവർ തമ്മിൽ തീവ്രമായൊരു പ്രണയത്തിലെത്തുകയും അത് കല്യാണാലോചനയിലേക്ക് വരെ നീളുകയും അമ്മുവിന് മാഷ് മതി എന്ന തീരുമാനത്തിലെത്തുകയും കല്യാണം ഉറപ്പിക്കുകയും അവസാന നിമിഷം മാഷ കാണാതാവുകയും ചെയ്യുകയാണ്. അമ്മുവിന് അവസാനം അപ്പുണ്ണിയെ തന്നെ കിട്ടുന്നു. അപ്പുണ്ണിയുടെ കൂടെ പിന്നീടുള്ള കാലം ജീവിക്കുന്നതാണ് സിനിമ. പക്ഷേ ഇത് അന്നിറങ്ങിയ ഒരു സിനിമയാണ്. ഇന്ന് കുറച്ചുകൂടെ ഇതിന് സാധ്യതകളുണ്ട് എന്ന് തോന്നുന്നു. ഈ മാഷെപ്പോലെ നമുക്ക് തോന്നുന്ന കുറേ ആളുകൾ ലോകത്തുണ്ടാവും. അപ്പുണ്ണിയെപ്പോലൊരു മനുഷ്യനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതാരാവട്ടെ, നമ്മുടെ സുഹൃത്താവട്ടെ, നമ്മുടെ മക്കളാവട്ടെ, നമ്മുടെ മാതാപിതാക്കളാവട്ടെ, നമ്മുടെ ഇണയാവട്ടെ, ആരാവട്ടെ, അവർ സാധാരണ മനുഷ്യൻ്റെ സംഘർഷങ്ങളുള്ള ഒരാളാണ്. എപ്പോഴും സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്ന ആളൊന്നുമല്ല. പല രീതിയിൽ മാറ്റങ്ങളും രീതിയിലുള്ള പ്രത്യേകതകളുള്ള ആളാണ്. ഓരോ ആളും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഓരോ രീതിയിലാണ്. ചില ആളുകൾക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ കെയറിങ് ആണ്. കെയർ ചെയ്യേണ്ട സമയത്ത് അത് കെയർ ചെയ്തിരിക്കും. എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ ആകർഷകമായി പെരുമാറാനൊന്നും കഴിയണമെന്നില്ല. നമ്മുടെ കൂടെ ഉള്ളത് അപ്പുണ്ണിയാണ്. നമ്മുടെ കൂടെയുള്ള മനുഷ്യർ അപ്പുണ്ണിമാരാണ്. മാഷന്മാരെ നമ്മൾ കുറേ കാണും, സോഷ്യൽ മീഡിയയിൽ കാണും, ചുറ്റുവട്ടത്ത് കാണും. ഓരോരോ ആളുകളുടെ ഇടയിൽ നിന്ന് മാഷന്മാരെയൊക്കെ നമ്മൾ കണ്ടിരിക്കും. പക്ഷെ മാഷ് ഒരു സത്യമല്ല, ഇല്യൂഷനാണ്. അതൊരു യാഥാർത്ഥ്യമല്ല, അത് ഇല്യൂഷനാണ്. മാഷ് ഒരാളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാഷും അപ്പുണ്ണിയായിട്ട് മാറും. മാഷ് ഒരാളുടെ ജീവിതത്തിൽ വരുമ്പോൾ മാഷും അപ്പുണ്ണിയാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ മനുഷ്യനും അപ്പുണ്ണിയാണ്. അവർ സ്വാഭാവിക മനുഷ്യരാണ്, അലങ്കാരങ്ങളില്ലാത്ത മനുഷ്യരാണ്, ഡെക്കറേഷൻ ഇല്ലാതെ പെരുമാറുന്ന മനുഷ്യനാണ്. ആ സ്വാഭാവികതകളെ അറിഞ്ഞും ഉൾക്കൊണ്ടും സ്വീകരിച്ചു മനുഷ്യൻ്റെ ഉള്ളിൽ കരുണയുടെ ഓർമ്മകൾ ബാക്കിയാക്കാൻ നമുക്ക് സാധ്യമാകട്ടെ.